ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഡിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന സമയത്ത് കിക്കർ ഒന്ന് താഴാത്തൊരു കണ്ടീഷനിൽ ടൈറ്റായിട്ട് നിൽക്കാറുന്നു. അത് നമുക്ക് ഈ കിക്കർ, അതായത് സെൽഫില്ലാതെ കിക്കർ ഫുൾ ടൈം ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ വന്ന വീലിന് തേമാനം വന്നിട്ട് വന്നിരുന്ന പ്രോബ്ലമാണ്. അത് നമ്മൾ ഓൾറെഡി വെൽഡ് ചെയ്ത് റെഡിയാക്കി ആ സ്റ്റോപ്പറൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കേസ് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം വണ്ടി അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അത് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ പ്ലഗ് പോയതാണ് മെയിനായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ്. അതിനുശേഷം വണ്ടി സ്റ്റാർട്ടായി, പക്ഷേ വണ്ടി എൻ്റെ മിസ്സിംഗ് ആണ്. കൃത്യമായിട്ട് ഐഡ്ലിങ് നിൽക്കാത്തൊരു കണ്ടീഷനുണ്ട്. അതപ്പോൾ നിലവിൽ കാർബറേറ്ററിൻ്റെയും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ഇരിക്കുന്ന പെട്രോൾ ടാപ്പും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. പെട്രോൾ ടാപ്പിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിക്കർ അടിക്കുന്ന സമയത്തൊക്കെ പെട്രോൾ ഈ പൈപ്പ് വഴി കാർബറേറ്ററിലേക്ക് സപ്ലൈ വേണം. ആ സപ്ലൈ ലൈൻ ഓൾറെഡി കംപ്ലയിൻറ്റാണ്. അതായത് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇറങ്ങുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ അല്ലാത്ത സമയത്ത് നമ്മൾ കിക്കർ അടിക്കുന്ന സമയത്ത് നോർമലായിട്ട് വന്നില്ല. ശരിക്കും നമ്മൾ കിക്കർ അടിക്കുന്ന സമയത്ത് തന്നെ ആയാലും സെൽഫായാലും കിക്കറായാലും നമ്മൾ അടിക്കുന്ന സമയത്ത് കാർബറേറ്റർ വഴി ഈ പൈപ്പിൽ കൂടെ, ഈ താഴെ കാണുന്ന പൈപ്പിൽ കൂടെ എയർ വലിക്കുകയും മോളിൽ കൂടെ പൈപ്പിൽ കൂടെ പെട്രോൾ സപ്ലൈ ചെയ്ത് കാർബറേറ്ററിനകത്തേക്ക് ആ പെട്രോൾ ഫില്ലാക്കി നിർത്തണം. അതാണ് ശരിക്കും ആ പെട്രോൾ ടാപ്പിൻ്റെ ധർമ്മം. അത് പ്രോപ്പറായിട്ട് വർക്കാവണില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കേസ്. പിന്നെ അതിനേക്കാളും ഒരു കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്ലോ ജെറ്റൊക്കെ ഫുള്ള് ബ്ലോക്കായ ഒരവസ്ഥയിലാണ്. ഹോള് ഒന്നും കറക്റ്റല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കംപ്ലയിൻ്റാണ് മറ്റും സ്റ്റാർട്ടിങ് നിൽക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കാം. വണ്ടി അങ്ങനെ സ്റ്റാർട്ടായിട്ട് വരും, പ്രോപ്പറായിട്ട് റേസ് ആവണില്ല, അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ കാണിക്കണം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റാണ്. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം കൂടി നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ എയർ ഫിൽറ്ററും നമുക്ക് ഇതിന് നല്ല രീതിയിൽ പൊടി കയറി മൊത്തം ബ്ലോക്കായ ഒരവസ്ഥയിലാണ്. കാരണം എന്ന് വെച്ചാൽ കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽറ്റർ വഴി എയറിനെ ഫിൽറ്റർ ചെയ്തിട്ട് കാർബറേറ്ററിനകത്തേക്ക് കൊണ്ടുവരാം. ഈ വഴി കാർബറേറ്ററിൽ ഒന്ന് പെട്രോളായിട്ട് കറക്റ്റ് അനുപാതകത്തിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഹെഡിലേക്ക് പോവുക. അവിടെ ചെന്നിട്ടാണ് കറക്റ്റായിട്ട് പ്ലഗ് വഴി സ്പാർക്കിങ് നടത്തി ബേൺ ചെയ്യുക. അപ്പോൾ ആ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പാർക്ക് പ്ലഗ് മാറ്റുന്നുണ്ട്, കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യണം. പിന്നെ എയർ ഫിൽറ്റർ മാറ്റി പോകുന്നതാണ് നല്ലത്. പക്ഷേ നമുക്ക് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം ആയിട്ടല്ല നമ്മളിത് പറയാം. എയർ ഫിൽറ്റർ മാറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊടി കാര്യമായിട്ട് ക്ലിയറായിട്ട് ഫിൽറ്ററിങ് നടക്കില്ല ഈ കിടക്കുന്ന ഫിൽറ്ററിൽ വെച്ചിട്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. അപ്പോൾ ഒറിജിനൽ പാർട്സ് ഫിറ്റ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ആ ചെയ്യുന്ന ഭാഗം ക്ലിയറായി പോയിക്കോളും. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ കിക്കർ ഈ ക്ലച്ച് ഓവർ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് വെൽഡ് ചെയ്ത് റെഡി ആക്കിയത്. അപ്പോൾ അഴിക്കുമ്പോഴായാലും അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊന്നും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. മൊത്തത്തിൽ ആവശ്യതയാണ്. അതിൻ്റെ വീലുകളായാലും അതായത് ബെൽറ്റ് പെർഫെക്റ്റ് അല്ല, റോളറിനൊക്കെ പ്ലേ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കംപ്ലയിൻസുകളൊക്കെ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമായിട്ടുള്ള കംപ്ലയിൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. ആ കംപ്ലയിൻറ്റ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ടി വരുന്ന ഈ പാർട്സുകൾ മാറ്റി ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ എയർ ഫിൽറ്റർ അടക്കം ഉൾപ്പെടുത്തുന്നുണ്ട്. എയർ ഫിൽറ്റർ ഉൾപ്പെടുത്തുന്നുണ്ട്, കാർബറേറ്ററിൽ വരുന്ന ഈ സ്ലോ ജെറ്റ്, കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്പ്രേ, ഈ വരുന്ന പ്ലഗ്, അതേപോലെ തന്നെ പെട്രോളിൻ്റെ ഇരിക്കുന്ന ടാപ്പും ഈ ഒരു പൈപ്പും നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത്ര ഐറ്റമാണ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. പിന്നെ അതിനകത്ത് പെട്രോളിൻ്റെ അളവ് ഇച്ചിരി കുറവാണ്. അപ്പോൾ നോക്കിയിട്ട് അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപയുടെ പെട്രോൾ നമുക്ക് മേടിച്ച് ഒഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം വെച്ചാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഓടിച്ചൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ പെട്രോൾ വേണം. അതിനുള്ള നിസ്സാര പെട്രോൾ ഉള്ളൂ വണ്ടിക്കകത്ത്. അപ്പോൾ അതും ഒരു 100 രൂപയ്ക്ക് അടിക്കേണ്ടതായിട്ട് വരും. ഇത്രയും ഭാഗം ചെയ്യുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരുന്ന ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതേപോലെ തന്നെ സെൽഫ് കീസെറ്റൊക്കെ കംപ്ലയിൻ്റ് ആണ്. സെൽഫ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, ബാറ്ററിയൊക്കെ പോയി കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഉണ്ട്. നമ്മളോട് ഈ പറഞ്ഞിരിക്കുന്ന ഈ വർക്ക് മാത്രമാണ് നമ്മളതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയണം കേട്ടോ. ബാക്കിയതൊന്നും വേറെ ഒന്നും തന്നെ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.